ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഇന്ന് ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു കാര്യത്തെ 100% ഉറപ്പിക്കുന്നതായിരുന്നു. ലാലേട്ടൻ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അനുമോളെ കടന്നാക്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു മാപ്പ് അനുമോളെ കൊണ്ട് പറയിപ്പിക്കുവാൻ പഠിച്ച പണി 18 നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. എന്നാൽ അപ്പോൾ തന്നെ പിറകിലേക്ക് നോക്കിയാൽ ഒരു നിരം മുഴുവനും അനുമോള് വീഴുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ശൈത്യയുടെ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്തോ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അവൾ ഇപ്പോൾ വീഴും, അവൾ സമനില തെറ്റി അവൾ ഭ്രാന്തിയെ പോലെ നിലവിളിക്കും. അവളെ ഇപ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടി ഇവിടുന്ന് ബിഗ് ബോസ് പുറത്തേക്ക് ഇറക്കി വിടും. ഇതൊക്കെ ആയിരിക്കാം ശൈത്യയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക. അത് കാണാൻ വേണ്ടി ശൈത്യ ഉൾപ്പെടെ എല്ലാവരും കാത്തു നിൽക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ശൈത്യയ്ക്ക് ഒരു 8ന്റെ പണി കൊടുത്തു. ആ പണി നമ്മളെല്ലാവരും കണ്ടതാണ്. അനുവിന്റെ വിഴുപ്പലക്കുക, അല്ലെങ്കിൽ അനുവിന്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ. അനുവിന്റെ പേരെഴുതിയിരിക്കുന്ന ചിറ്റ് ശൈത്യയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അകത്തുകൂടി ഒരു ഇടിവാള് വെട്ടിയിട്ടുണ്ടാവും. നിന്നടം അപ്പോൾ തന്നെ അങ്ങ് കുഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പണിയാണ് ദൈവം തമ്പുരാൻ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തത്. പിന്നെ ആ കൊച്ചിനെ ആ തുണി കഴുകിച്ച് ഒത്തിരി വിഷമിപ്പിക്കണ്ടെന്ന് കണ്ടിട്ടായിരിക്കാം തമ്പുരാൻ ഇന്ന് പുറത്തേക്കുള്ള വാതിലും തുറന്നു കൊടുത്തിട്ടുണ്ട്. ശൈത്യ എവിക്റ്റായി എന്നുള്ള വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ദൈവമുണ്ട് എന്ന്. ഒരാഴ്ച മുമ്പ് നമ്മൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് നോക്കുമ്പോൾ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് 24 മണിക്കൂറും ഒരു പട്ടിയെപ്പോലെ ഓടി നടക്കുന്ന അനുവിനെ നമ്മൾ അവിടെ കാണുന്നുണ്ടായിരുന്നു. സഹി കെട്ടിട്ട് അവൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിന്നോടൊക്കെ ദൈവം ചോദിക്കും, ദൈവം കണക്ക് പറയിപ്പിക്കും. എന്ത് കൃത്യമായിട്ടാണ് ആ കണക്ക് പറയിപ്പിച്ചത്? അനുവിനെ കരയിച്ചവരെല്ലാവരും ഇന്നവിടെ നല്ല ഒന്നാം തരമായിട്ട് കരഞ്ഞു. പക്ഷേ എല്ലാവരും അനു കരയും എന്ന് നോക്കി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ എല്ലാം മുൻപിൽ അനു ചിരിച്ച മുഖത്തോടെ തല ഉയർത്തി തന്നെ നിന്നു, കരഞ്ഞില്ല. അനുമോളാണ് സിംഗപ്പെണ്ണ്. അനുമോളെ ഒന്ന് കരയിക്കുവാൻ, മാപ്പ് പറയിക്കുവാൻ ലാലേട്ടനും ബിഗ് ബോസും പഠിച്ച പണി 18 പുറത്തെടുത്തു. പക്ഷേ അനുമോൾ പറഞ്ഞു, ലാലേട്ട ഞാൻ കണ്ടതാണ്. നിങ്ങൾ എങ്ങനെ കണ്ടെന്നാണ് ഈ പറയുന്നത്? മുഴുവൻ ഫൂട്ടേജുകളും 300 പേരിരുന്ന് പരിശോധിച്ചിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല ലാലേട്ട, ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടു എന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇനി എന്ത് പറഞ്ഞിട്ടാണ് തോൽപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് ലാലേട്ടൻ അടുത്തൊരു നമ്പർ ഇറക്കി. ഈ പറഞ്ഞ ദിവസം നിങ്ങൾ ജയിലിലല്ലായിരുന്നോ? ഇല്ല ലാലേട്ട, ഞാൻ കണ്ടത് തന്നെയാണ്. ലാലേട്ടന്റെ ഈ വിചാരണ നടക്കുന്ന സമയത്ത് വലിയൊരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പുറത്ത്. ഇപ്പോൾ അനുമോള് തകർന്ന് തരിപ്പണമായി പോകും, ഒരു തീരുമാനമാകും. പക്ഷേ അവർക്കെല്ലാം നിരാശയായി പോയി. അനുമോൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ പലരുടെയും റിവ്യൂ വരാൻ തുടങ്ങി കേട്ടോ. ചിലർ പറയുന്നു അനുമോൾക്ക് ഇത് ദോഷകരമായി ബാധിക്കും. ഒരു സോറി പറഞ്ഞ് അനുമോൾക്ക് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ പറയാൻ പോലും അനുമോൾ തയ്യാറായില്ല. എന്തിനാണ് സാറേ ഈ തെറ്റ് ചെയ്യാത്ത വ്യക്തി തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്? ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊന്നും മാറ്റി പറയാൻ എനിക്കിപ്പോൾ മനസ്സില്ല. ദാറ്റ്സ് ഇറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിച്ച് പുറത്താക്കാം, പക്ഷേ തല ഉയർത്തി തന്നെ ഇവിടുന്ന് പോകും. ഈ ചങ്കുറപ്പോടു കൂടിയാണ് ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത്. ബിഗ് ബോസിന്റെ ആസ്ഥാന റിവ്യൂവർ കലിപൂണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാനിപ്പോൾ കണ്ടു. എന്താണ് അവർ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത്? മഹാനടനായ ലാലേട്ടന്റെ വാക്കിന് പോലും പുല്ലുവില ഇല്ലാത്ത കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അനു. നാണം ഇല്ലല്ലോ ഇങ്ങനെ വിളിച്ചു പറയാൻ. അവൾ കണ്ട കാര്യത്തിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ്. അവൾക്ക് അതിനുള്ള ചങ്കൂറ്റവുമുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് അവൾ മാപ്പ് പറഞ്ഞിട്ട് അവിടുന്ന് കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോകുന്നത് കാണാനാണ്. അത് കണ്ടിട്ട് വേണമായിരുന്നു നിങ്ങൾക്കൊന്ന് അർമാദിക്കുവാൻ, ആഹ്ലാദിക്കുവാൻ. പക്ഷെ അത് നടന്നില്ല, ചീറ്റിപ്പോയി. എന്നിട്ടോ നെടുനീളത്തിൽ ഒരു രോദനം. ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അനുമോൾക്ക് ഒരു പണിഷ്മെന്റും കൊടുക്കാതിരുന്നത്? കണ്ടന്റ് ഇല്ല. വേറെ ആരും അവിടെ കണ്ടന്റ് കൊടുക്കാനില്ല. ഇനിയിപ്പോൾ വരുന്ന 2 മാസക്കാലം നമ്മൾ ഇത് തന്നെ കണ്ടോണ്ടിരിക്കേണ്ടി വരും. ഏത് തന്നെ? ഈ സദാചാര കാർഡ് ഇറക്കിയുള്ള കളി. ആര്യനും ജിസയിലും അവിടെ തുടരുന്നിടത്തോളം അനുമോള് ഈ സദാചാര കാർഡ് തന്നെ ഇറക്കി അവിടെ കളിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്നല്ലോ എൻ്റെ സാറേ. ഇന്നത്തെ അനുമോളുടെ വിഷയത്തിൽ 100% അവർ തന്നെയാണ് ശരിയെന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. അങ്ങനെ സത്യം തുറന്നു വിളിച്ചു പറയുന്ന ആ പെൺകുട്ടിയെ അവർക്ക് പണിഷ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പണിഷ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അനുമോൾ പറഞ്ഞത് സത്യമായതുകൊണ്ട് തന്നെയല്ലേ യാതൊരു പണിഷ്മെന്റും ലാലേട്ടൻ കൊടുക്കാതിരുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിഗ് ബോസ് ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെ ഇത്ര ലഘുവായിട്ട് കൈകാര്യം ചെയ്തു വിടുമെന്ന്? എന്തുകൊണ്ടാണ് അനുമോൾ ചെയ്ത തെറ്റിന് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പണിഷ്മെന്റ് കൊടുത്തത്? ഇതൊക്കെ തലതിരിഞ്ഞ സമ്പ്രദായങ്ങളല്ലേ? ഇതെല്ലാം കണ്ടിട്ടും ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് അലക്കി വെളുപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നല്ലോ. നിങ്ങളുടെയൊക്കെ തൊലിക്കട്ടി അത് അപാരം തന്നെയാണ്. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ അനുമോള് നിങ്ങളുടെ തലയിൽ തിളച്ച വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടോ? നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹമാണ് ആ പെൺകുട്ടി ചെയ്തിരിക്കുന്നത്? അവരവിടെ ഗെയിം കളിക്കാൻ പോയി.
നിങ്ങൾക്ക് അവരോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളതുപോലെയല്ലേ നിങ്ങളൊക്കെ വീഡിയോ ഇട്ടുകൊണ്ട് സംസാരിക്കുന്നത്? എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇന്ന് അനുമോള് പുറത്തു പോകുമ്പോഴേക്കും 70 മീറ്റർ നീളത്തിൽ വലിയ മാലപ്പടക്കം മേടിച്ച് പൊട്ടിക്കാനിരുന്ന ആൾക്കാർക്ക് മുഴുവൻ ബിഗ് ബോസ് 7ന്റെ പണി കൊടുത്തു. ആ ജാള്യത മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ആ പെങ്കൊച്ചിനെ വന്നിരുന്നുകൊണ്ട് തെറി പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കിനി അവളെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. നിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള റിവ്യൂ ഇട്ടാലും എത്ര തകർത്ത് കളയാൻ ശ്രമിച്ചാലും അവൾ സകലതിനെയും പൊളിച്ചടുക്കി പുറത്തു വരും. കാരണം ആ പെൺകുട്ടിയെ ഇനി അവിടെ പിടിച്ചു നിർത്താൻ പോകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന മലയാളി പ്രേക്ഷക സമൂഹമായിരിക്കും. ഇനി ഒരു പക്ഷേ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കപ്പ് ഉയർത്തിയാൽ ആ കപ്പ് ഉയർത്തുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് അഭിനന്ദിക്കുവാൻ പോലും തോന്നുകയില്ല. നിങ്ങൾ ആ സമയത്തും ഇതുപോലെ തന്നെ ആ പെൺകുട്ടിയെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവള് വെറും വൃത്തികെട്ട കളിയാണ് കളിച്ചത്, ആ വൃത്തികെട്ട കളി കളിച്ചിട്ടാണ് അവൾ കപ്പ് മേടിച്ചതെന്ന്. അങ്ങനെ വൃത്തികെട്ട കളി കളിക്കുന്നവർക്കൊന്നും കപ്പെടുക്കാൻ പറ്റില്ല. പ്രേക്ഷകർ തീരുമാനിക്കണം. പ്രേക്ഷകർക്ക് അനുമോളുടെ കളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആവറേജ് മലയാളി പ്രേക്ഷകന്റെ മനോഭാവം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ വന്നിരുന്നു കൊണ്ട് ആ പെൺകുട്ടിയെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അനുമോളുടെ PR ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഈ സീസണിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനീഷിന്റെ ഗെയിമിൽ സംതൃപ്തി തോന്നിയത് കൊണ്ടാണ്, അതിനകത്ത് ന്യായമുണ്ടെന്ന് കണ്ടിട്ടാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ ഭയങ്കര ഗെയിമൊക്കെ കളിച്ച് അവിടെ അട്ടിമറിച്ചത് കൊണ്ടല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, മാനുഷിക വികാരം നമുക്കൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഇമോഷണലി ഈ ഗെയിം നമുക്ക് കണക്ട് ആകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് അനുമോളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആ വീട്ടിൽ മറ്റൊരാൾ ഇതുപോലെ ആക്രമണത്തിന് വിധേയയാവുകയാണെങ്കിൽ, എല്ലാവരും കൂടി വളഞ്ഞിട്ട് മറ്റൊരാളിനെ ആക്രമിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, ആക്രമിക്കപ്പെടുന്ന വ്യക്തിയുടെ കൂട്ടത്തിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യും. അപ്പോഴും അനുമോൾ കീജയ് എന്ന് പറഞ്ഞ് നടക്കില്ല. ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ വീട്ടുകാർ ചേർന്ന് വരുന്ന ആഴ്ചകളിൽ മസ്താനിയെ അടിക്കാൻ താല്പര്യപ്പെടും. കാരണം ഇന്ന് അപ്പാനി ശരത്ത് ഇറങ്ങിപ്പോയപ്പോൾ അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചല്ലോ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണത്തിന് മസ്താനി വിധേയയാക്കപ്പെടും എന്ന് തന്നെയാണ് തോന്നുന്നത്. മസ്താനിയുടെ ഗെയിമിനോടും ഗെയിം സ്ട്രാറ്റജിയോടും ഒന്നും നമുക്ക് താല്പര്യം കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ട് ഒരാൾ കോർണർ ചെയ്യപ്പെടുമ്പോൾ, നിരന്തരമായിട്ട് ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ നിന്ന് സംസാരിക്കേണ്ടി വരും. അതാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുമിച്ച് കൂടി നിന്ന് ഒരു വ്യക്തിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടവരെയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രേക്ഷക പിന്തുണ അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അസാധ്യ ഗെയിമർ ആയതുകൊണ്ടൊന്നും അല്ല ലഭിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ്? അവർ ഇത്രയും അധികം ആക്രമിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇന്ന് അവരൊരു ഗെയിമറാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. ചാഞ്ചല്യമില്ലാതെ ലാലേട്ടന്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടുകൂടി തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ആ പെൺകുട്ടി ഗെയിമർ തന്നെയാണ് എന്ന് തെളിയിക്കുകയാണ്. ഇനിയിപ്പോൾ വരുന്ന 2 മാസക്കാലം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അനുമോൾ ഗെയിം കളിക്കുന്നത്. എന്നിട്ട് അനുമോളുടെ ഗെയിമിനെ കുറിച്ച് തന്നെ നിങ്ങൾ റിവ്യൂ പറ, നാട്ടുകാരത് കേൾക്കട്ടെ.